ദലീമ ജയിക്കുന്നതിന് തൊട്ട് മുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ ഷാനിമോൾ ഉസ്മാൻ ജയിച്ചു കയറിയ കാഴ്ച, ഇടതുപക്ഷ ഭരണം നിലനിൽക്കുമ്പോൾ തന്നെ ഷാനിമോൾ ഉസ്മാൻ കടുത്ത പോരാട്ടത്തിൽ ജയിച്ച കാഴ്ച നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ തൊട്ടടുത്ത് നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വന്നപ്പോൾ ഷാനിമോൾ ഉസ്മാൻ ദലീമയോട് തോൽക്കുന്ന കാഴ്ചയും കണ്ടു. അപ്പോൾ മണ്ഡലത്തിന് അങ്ങനെ സ്ഥിരമായൊരു കൺസിസ്റ്റൻ്റ് പൊളിറ്റിക്കൽ ഡിസിഷൻ ഉണ്ടോ, ക്യാരക്ടർ ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അസാധ്യമായ ഒരു മണ്ഡലമല്ല UDFന്, പക്ഷെ ഒട്ടും അനായാസവുമല്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ വളരെ അതായത് നല്ല രാഷ്ട്രീയ പോരാട്ടം. ഇപ്പോൾ ദലീമ മാറിയിട്ട് തോമസ് ഐസക്ക് വരുമ്പോൾ അതൊരു VIP മണ്ഡലമായി മാറുകയാണ്. തോമസ് ഐസക്ക് എന്തൊക്കെ പറഞ്ഞാലും ഒരു എന്താ പറയുക, ബിഗ് ഷോട്ടാണ്, കേരള രാഷ്ട്രീയത്തിലെ ഒരു വലിയ വ്യക്തിത്വമാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളം ഉറ്റുനോക്കുന്ന ഒരു പോരാട്ടമായിരിക്കും അരൂരിൽ നടക്കുക. പക്ഷേ ഈ പറഞ്ഞ പോലെ ഷാനിമോൾ ഉസ്മാൻ ഇനിയിപ്പോൾ അരൂരിൽ വന്ന് മത്സരിക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വലിയ വിജയസാധ്യത കൽപ്പിച്ചിരുന്നതാണ്, പക്ഷേ അവർ പരാജയപ്പെട്ടു പോയി. അതുകൊണ്ട് തോമസ് ഐസക്കിനെ പോലെ ഒരാൾ അവിടെ മത്സരിക്കാനെത്തുമ്പോൾ തീർച്ചയായിട്ടും അതിന് തത്തുല്യമായ മറ്റൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും വലിയ ഒരു ഹെവി വെയിറ്റ് തന്നെ UDF അവിടെ ഇടാൻ സാധ്യതയുണ്ട്. പിന്നെ മാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ പിടിച്ച ആ വോട്ടുകളൊന്നും ഒരു കാരണവശാലും BJPയുടെ മറ്റൊരു സ്ഥാനാർത്ഥിക്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ശോഭയ്ക്ക് കഴിയുന്ന ഒരു മാജിക്ക് BJPയുടെ ഒരു സാധാരണ സ്ഥാനാർത്ഥി വന്ന് നിന്നാൽ അത് കഴിയുന്ന കാര്യമല്ല. ശോഭ എവിടെ ചെന്ന് നിന്നാലും ഒരു എന്താ പറയുക, ഒരു 4-5-6% വോട്ടുകൾ എല്ലായിടത്തും കൂടുതൽ പിടിക്കുന്നൊരു കാഴ്ച നമ്മൾ കേരള രാഷ്ട്രീയത്തിൽ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ ഏതായാലും ഇത്തവണ ഞാൻ വിചാരിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ ഒന്നുകിൽ കായംകുളത്തോ അതല്ലെന്നുണ്ടെങ്കിൽ പാലക്കാടോ ആണ് മത്സരിക്കാനുള്ള സാധ്യത. പ്രത്യേകിച്ച് കായംകുളമായിരിക്കും ഫസ്റ്റ് ചോയ്സ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ അത്രയും വലിയ വോട്ടുകളും ശതമാനമൊന്നും പിടിക്കാൻ NDAക്ക് കഴിഞ്ഞെന്ന് വരില്ല.